What is up, guys? This is Maxwell, and today is going to be an arm session. We're doing it with a friend. We're gonna do this arm session with a training partner. Today, I'm gonna push it to failure. It's going to be high intensity, and I'm going to be using a lot of intensity techniques. So, yeah, as of right now, it is the 9th of January. So I think this is going to be the last video of this week. There's another session called just chest and back session. I won't record that because like there is not enough time to like edit, and as of from Monday onwards, my college will be starting, so I need to, I can't handle everything at once. So yeah, so I'm gonna be recording 4 times a week. Yeah, I'll see you guys in the gym. This is Marcus. Hi guys. എനിക്ക് എവിടെ നോക്കണം അറിയത്തില്ല. ഞാൻ മിറർ നോക്കുന്നുണ്ട്, ക്യാമറ നോക്കുന്നുണ്ട്. നമ്മൾ ഇവനായിട്ട് കുറച്ച് ട്രൈസ് ആരെങ്കിലും അടിക്കാൻ പഠിപ്പിക്കുക. പിന്നെ എന്നെക്കാളും ട്രൈസ് ഉണ്ട്. ട്രെയിനർ ഗൈസ്, ട്രെയിനർ. ആദ്യം ഞങ്ങൾ ചെയ്യണ സിംഗിൾ ഹാൻഡഡ് tricep push down. Guys, I haven't hit tries this week, okay? And I have this. He's gonna teach me how to hit tries. He's gonna teach me how to hit tries, bro. Post workout suggestions. ഈ മീറ്റൊന്നും കഴിക്കത്തില്ല. പിന്നെ എന്റെ പ്രീ വർക്കൗട്ട് ഞാൻ ഇന്ന് മുട്ട കഴിച്ചോളൂ. രാവിലെ പ്രോട്ടീൻ. ഞാൻ ചിക്കൻ കഴിക്കുന്നില്ല. ചിക്കനാ? ഇല്ല, ഞാൻ ഫിഷും ബീഫും മാത്രം. ബീഫ് എനിക്കിപ്പോ ഇല്ല, ബീഫ് മേടിക്കണം. സൈസ് എങ്ങനെ പോയി? ഡയറ്റ് വർക്കൗട്ട് എത്ര ചെയ്താലും ഡയറ്റ് എനിക്കില്ലായിരുന്നു. ഒരു 2-3 months വിത്തൗട്ട് ഡയറ്റ് പോയപ്പോഴത്തേക്ക് എന്റെ വച്ച സൈസ് മൊത്തം പോയി, ഫാറ്റ് വരികയും ചെയ്തു. ഇപ്പൊ ഞാൻ തടിയാണ്. എടാ പ്രശ്നം വെച്ചാൽ ഞാൻ സീരിയസ് ആയിട്ട് നോക്കുക. ഞാൻ ഇത്ര ഡയറ്റും ട്രെയിനിങ് ആണ് സീരിയസ്. നീ ആണെങ്കിൽ അത്ര സീരിയസ്. ഞാൻ ഇപ്പൊ ഒട്ടും സീരിയസ് അല്ല. ഞാൻ വർക്കൗട്ടും വരെ ചെയ്യുന്നില്ല, ഫുഡും നോക്കുന്നില്ല. ഇപ്പൊ എനിക്ക് ലോക്കിൻ ആവണം. ഞാൻ സീരിയസ്, പക്ഷെ നീ സീരിയസ്. പക്ഷെ നമ്മുടെ സ്ട്രെങ്ത്തും എല്ലാം സെയിം, ഫിസിക്കും സെയിം. അപ്പൊ നീ എന്റെ പോലെ സീരിയസ്. അതൊരു കാര്യം അറിയോ, ഞാൻ ഡയറ്റ് നിർത്തിയപ്പോഴാണ് എനിക്ക് സ്ട്രെങ്ത് കൂടിയത്. ചുമ്മാ ജങ്ക് ഇടയ്ക്കിടയ്ക്ക് എല്ലാം നീ കൂടുതൽ കഴിക്കണ കാരണം ജങ്ക് ഇടയ്ക്ക് കഴിച്ച് എനിക്ക് സ്ട്രെങ്ത് കൂടി. പക്ഷെ 25 കിലോ നീ പൊക്കിയാണ് ഷോൾഡർ പ്രസ്. എടാ അതെനിക്ക് കുറെ നാളായിട്ട് പറ്റുമായിരുന്നു. ഞാൻ 15 റെപ്പ് സപ്പോർട്ടാണ്. എന്ത് നീയല്ലേ പറയാ 15 റെപ്പ് അടിച്ച് സപ്പോർട്ട് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ 15 റെപ്പ് അടിച്ചിട്ട് വിത്തിൻ 2 minutes ആണ് എക്സെപ്റ്റ് ചെയ്തത്. അതാ എനിക്ക് 10 റെപ്പ് അടിക്കാൻ പറ്റുന്നത്. ഭയങ്കര ടയറിങ് ആണ്. ഹെവി പോയാൽ പിന്നെ ഒരു 25 കിലോ 8-10 റെപ്പ് മാക്സിമം. അതിൽ കൂടുതൽ എനിക്ക് പറ്റുമോ? ഇപ്പൊ വേണ്ട. അത്ര വേണ്ട. നീല ബക്കറ്റ്. Bro is gonna shit himself. 100%. Look at his expression. Bro. Peak moment. ഒന്നുമില്ല. When you edit, listen to it. That moment. അല്ല, എഡിറ്റ് ചെയ്യുമ്പോൾ just listen. Peak moment ആയിരിക്കും. ഇന്നോടെ വരെ ഇന്നേക്കാൾ എനിക്ക് ശ്രമത്തുണ്ടോ? ഞാൻ എക്സോസ്റ്റാ, എനിക്ക് ഡയറ്റും ഇല്ല. ഓയ്യോ എന്നെ ഭയങ്കര കുത്താ. കറക്റ്റ് ട്രൈസ് ആയതാ. എനിക്കിത് കുറിച്ച് അറിയില്ലായിരുന്നു. ആ അർത്ഥം ഇവിടെ ടിപ്പ് മെഷീൻ ഒന്നും ഇല്ല.
Guys, I will show you the perfect frame. Oh! കൈ ഒടിഞ്ഞ് കിടക്കുവാണ്. ഓക്കെ One, two, nice. Three. Finger. 5, 6, 7, 8. Come on, kid. Two more. 2, 1. എവിടെണ്ട് ആ ലാസ്റ്റ് സെക്കൻഡ് സെർച്ച് നൈസ് അല്ലേ? ആ ഭയങ്കര പിടുത്ത. അവിടെ വേണോ അവിടെ? ഞാൻ കുറച്ച് ബ്ലോട്ടഡ് ആയിരുന്നു. എടാ ഞാൻ ലിറ്ററലി ഓവർ വെയിറ്റ് ആയിരുന്നു. ക്രൂസിഫിക്സ് പോസ് ചെയ്യാം. അത് ഞാൻ ചെയ്യുന്നില്ല. എനിക്കറിയത്തില്ല അത്. എടാ എനിക്കറിയത്തില്ല. സൈഡ് റൈസ് എന്നാ വേറെ നീ കാണിക്കുന്നത്? ഈ ബോഡി ബിൽഡിംഗ് പോസ് എനിക്കറിയത്തില്ല. ഇത് ചെയ്ത് ട്രൈസ് വെളിയിൽ വരാടാ. ആരുടെ? എന്റെ ആ എന്റെ കുറച്ചുകൂടെ വെളിയിൽ വരുക. പിന്നെ അതൊരു സൈഡ് വാ. ഇവിടെ സ്മോളാ എനിക്ക് ഒരു സൈഡ് സ്മോൾ ഒരു സൈഡ് സൈസും ഉണ്ട്. ഇവിടെ ഡെൽറ്റ വല്ല പ്രൈസിനൊക്കെ. എടാ പക്ഷെ എന്റെ ട്രൈസിന്റെ അത് ഡെൽറ്റ വലുതാണ്. എടാ ഇങ്ങനെ ചെയ്ത ഇങ്ങനെ ചെയ്ത So that was the last time I did barbell curls. I was doing the same weight. I mean, I thought that since I'm doing a lot of the other bicep curl variations, I thought I'd be stronger at this. So the next we're doing is the incline double curls. So I've been really progressing in this exercise for the last program as well. I started off with 10 kilo dumbbells, and I would do maximum for like 10 reps.
Now I could do 15 kg for like 12 reps. So yeah, it's a good thing that this exercise also there in this program. More. I think I'm sitting around with 15.5 inch arms. By the end of this year, I'm expecting to be 16 inch. So I think one of my main aim for my next bulk after this cut, it's going to be increasing my arm size because my arms are kind of weak. So, my arms are getting vascular from the cut. I find that my bicep is decent. The thing I need to bring up is my triceps. My triceps from the start has not been responding to any exercise I give. I think it's pretty much it's the most stubborn muscle groups that I have to work with. So I think I could have gotten a lot more volume. I mean, I did train till from like RP 9, RP 8, but I don't think I did RP 10 for all exercises. And some of the exercises I just got carried away. So I think I did a pretty decent job for today. Hope you guys enjoyed this video. I think that is about it. And I'll see you on the next session. Peace.